നമസ്കാരം. ഞാൻ രതി. 1001 രാത്രികളിലെ 12ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ചുമട്ടുകാരനും പെൺകുട്ടിയും. ബാഗ്ദാദ് നഗരത്തിൽ പണ്ട് യുവാവും അഭിമാനിയുമായ ഒരു ചുമട്ടുകാരനുണ്ടായിരുന്നു. ഒരു ദിവസം അയാൾ പതിവ് പോലെ ചുമടെടുക്കാനുള്ള കൂട്ടയുമായി ചന്തയിൽ ചെന്നു. അപ്പോഴവിടെ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. കസവ് പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച സിൽക്കിന്റെ മൂടുപടം അവൾ അല്പമൊന്ന് ഉയർത്തിയപ്പോൾ കറുത്തു നീണ്ട പട്ടുപോലുള്ള പുരുകങ്ങളും തുള്ളിക്കളിക്കുന്ന പരൻ മീനുകൾ പോലുള്ള മിഴികളും കാണായി. തീരെ ചെറിയ അവളുടെ പാദങ്ങൾക്ക് പോലും എന്തൊരു ഭംഗിയാണെന്നോ. ആ കൂട്ടയുമെടുത്ത് എൻ്റെ കൂടെ പോരൂ, അവൾ ചുമട്ടുകാരനോട് പറഞ്ഞു. അവളുടെ അംഗലാവണ്യത്തിന് യോജിച്ച ശബ്ദമാധുരി. ചുമട്ടുകാരൻ കൂട്ടയുമെടുത്ത് അവളെ പിന്തുടർന്നു. ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ നിന്ന് ഒരു വലിയ ഭരണി വീഞ്ഞു വാങ്ങിയിട്ട് അതെടുത്ത് പിന്നാലെ പോന്നോളൂ എന്നവൾ ആജ്ഞാപിച്ചു. ഇന്നത്തെ ദിവസം കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് വീഞ്ഞു ഭരണി കൂട്ടയിൽ വെച്ച് ചുമട്ടുകാരൻ അവളെ അനുഗമിച്ചു. അടുത്തതായി ഒരു പഴക്കച്ചവടക്കാരൻ്റെ കടയിൽ നിന്നും ആപ്പിൾ, മാതളം, മധുര നാരങ്ങ എന്നു വേണ്ട എന്തെല്ലാം പഴങ്ങളുണ്ടോ അതെല്ലാം ധാരാളമായി വാങ്ങിച്ചു. അടുത്ത ലക്ഷ്യം ഇറച്ചി വിൽക്കുന്ന സ്ഥലമായിരുന്നു. കാശാപ്പുകാരൻ 10 റാത്തൽ ആട്ടിറച്ചി ഇലയിൽ പൊതിഞ്ഞ് കൂട്ടയിൽ വെച്ചു. ചുമടുമായി കുറെ ചെന്നപ്പോൾ ബദാം വിൽപ്പനക്കാരനെ കണ്ടു. അയാളുടെ പക്കലുണ്ടായിരുന്ന ബദാം ഒട്ടുമുക്കാലും അവൾ വാങ്ങിക്കൂട്ടി. തുടർന്ന് മധുര പലഹാരങ്ങളുടെ ഊഴമായി ബിസ്ക്കറ്റ്, കേക്ക് തുടങ്ങി ഒരുവിധം മധുരപലഹാരങ്ങളൊക്കെ വാങ്ങി തളികയിലാക്കി കൂട്ടയിൽ നിറച്ചു. ഇത്രയും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചുമക്കാൻ ഞാൻ ഒരു കോവർ കഴുതയെ കൊണ്ടുവരുമായിരുന്നു. ചുമട്ടുകാരൻ്റെ തമാശ കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. പലതരം പാനീയങ്ങൾ, പനിനീർ, മെഴുകുതിരി എന്നിവ കൂടി വാങ്ങിയിട്ട് അവൾ പറഞ്ഞു, എടുത്തുകൊണ്ട് കൂടെ പോരൂ. നടന്ന് നടന്ന് ഒരു വലിയ കൊട്ടാരത്തിന് മുന്നിലെത്തി. വിശാലമായ മുറ്റം കടന്ന് സ്വർണ്ണ കുമിളകൾ പിടിപ്പിച്ച വലിയ വാതിലിൽ അവൾ മുട്ടി. വാതിൽ മലർക്കെ തുറന്ന് ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു. ഇവളാണ് സുന്ദരി എന്ന് ആരും പറഞ്ഞു പോവും. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ആ പെൺകുട്ടി. അവളുടെ കണ്ണുകൾ പേടമാനിൻ്റെ കണ്ണുകൾ, പുരികങ്ങൾ റംസാനിലെ ചന്ദ്രക്കല, മുഖത്ത് ഉദിച്ചുയരുന്ന പൂർണേന്ദുവിൻ്റെ പ്രകാശം, കൊഴുത്തുരുണ്ട മാറിടങ്ങൾ, മാതള ഫലങ്ങൾ, ഉടുപ്പിനുള്ളിൽ വെളുത്ത് മൃദുലമായ അടിവയർ. ചുമട്ടുകാരന് അവളെ ഏറെ നേരം നോക്കി നിൽക്കാനുള്ള കരുത്തില്ലായിരുന്നു. തലയിലെ ചുമട് നിലത്ത് വീണു പോകുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. അകത്തേക്ക് വരാം, പെൺകുട്ടി ക്ഷണിച്ചു. അതിവിശാലമായ ഒരു ഹാളിലേക്ക് അവർ പ്രവേശിച്ചു. പട്ട് തൊങ്ങലുകളും സ്വർണം പൂശിയ ഇരിപ്പിടങ്ങളും കൊണ്ട് അവിടമാകെ അലങ്കരിച്ചിരുന്നു. മധ്യത്തിലുള്ള ശിലാമഞ്ചം മുത്തും പവിഴവും പതിച്ച് ചുവന്ന മെത്ത വിരിച്ച് മൂടി പിടിപ്പിച്ചിരുന്നു. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മറ്റ് 2 പേരെയും അതിശയിപ്പിക്കുന്ന ഒരു പെൺകുട്ടി അതിൽ ശയിച്ചിരുന്നു. അവൾ എഴുന്നേറ്റ് 2 സഹോദരിമാരെയും സമീപിച്ചിട്ട് പറഞ്ഞു, എന്താണിങ്ങനെ നിൽക്കുന്നത്? ചുമട്ടുകാരൻ്റെ തലയിലെ കൂട്ട ഇറക്കി വെക്കണ്ടേ? 3 പേരും ചുമടിറക്കാൻ സഹായിച്ചു. സാധനങ്ങളെല്ലാം നിലത്ത് അടുക്കി വച്ചിട്ട് അയാൾക്ക് 2 ദിനാർ കൂലി കൊടുത്തു. ഇനി താൻ പോയിക്കൊള്ളൂ. പെൺകുട്ടികളോടൊപ്പം പുരുഷന്മാരാരുമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ അവിടം വിട്ടു പോകണമെന്ന് അയാൾക്ക് തോന്നിയില്ല. എന്താ പോകാത്തത്? കൂലി കുറഞ്ഞു പോയോ? പെൺകുട്ടികളിൽ മൂത്തവൾ ചോദിച്ചു. 1 ദിനാർ കൂടി കൊടുത്തേക്ക് എന്നവൾ അനിയത്തിയോട് പറയുകയും ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു, സുന്ദരിമാരെ, നിങ്ങൾ തന്നത് ധാരാളം. എനിക്ക് സാധാരണയായി കിട്ടാറുള്ളത് 1 ദിനാറാണ് കൂലി. ഇവിടുന്ന് അധികം കിട്ടിയതിലുള്ള സന്തോഷമാണ് എനിക്ക്. പക്ഷേ എൻ്റെ വിഷമം, നിങ്ങൾ 3 പെൺകുട്ടികൾ ആൺതുണയില്ലാതെ
ഇവിടെ കഴിച്ചു കൂട്ടുന്നല്ലോ എന്നതിനാൽ. നിങ്ങൾ 3 കന്യകമാരുണ്ടല്ലോ, നാലാമതൊരാൾ കൂടി വേണം. 4 തൂണുകളുണ്ടെങ്കിലേ ഒരു മണ്ഡപം പൂർത്തിയാകൂ. പുരുഷനില്ലാതെ സ്ത്രീക്ക് സന്തോഷം എവിടെ? കവി പറഞ്ഞതുപോലെ മേളക്കാർ 4 ഉണ്ടെങ്കിലേ താളം പൂർണ്ണമാകൂ. ഞങ്ങൾക്കും കവിവാക്യം ഓർമ്മയുണ്ട്. പക്ഷേ ഞങ്ങൾ കന്യകകളാണ്. അന്യപുരുഷനെ വിശ്വസിക്കാൻ വയ്യ, പെൺകുട്ടികൾ പറഞ്ഞു. അപ്പോൾ ചുമട്ടുകാരൻ സത്യം ചെയ്തു. ഞാൻ നിങ്ങളുടെ രഹസ്യം ആരോടും പറയുകയില്ല. ഞാൻ വിദ്യാസമ്പന്നനാണ്. ധാരാളം പുസ്തകങ്ങളും വായിക്കും. പാണ്ഡിത്യവുമുണ്ട്. അത് കേട്ട് ഒരു പെൺകുട്ടി അയാളെ കളിയാക്കി. ഞങ്ങളിവിടെ ധാരാളം പണം മുടക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീതം തരാമെങ്കിൽ കൂടെ കൂടിക്കോളൂ. വീഞ്ഞു കുടിച്ച് നേരം വെളുക്കുവോളം സൊറ പറഞ്ഞിരിക്കാം. കയ്യിൽ കാശില്ലെങ്കിൽ വന്ന വഴിയെ തിരിഞ്ഞു നടക്കുന്നതാണ് നല്ലത്. സഹോദരിമാരിൽ മൂത്തവൾ ഇടപെട്ടു. തമാശ മതി. ഇയാൾ എത്രത്തോളം ക്ഷമയുള്ളവനാണെന്ന് നോക്ക്. സ്നേഹിത, വിഷമിക്കേണ്ട. കാശ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ചുമട്ടുകാരൻ അവൾക്ക് നന്ദി പറഞ്ഞു. എങ്കിൽ ഇന്നിവിടെ കഴിയാം. ഒരു പെൺകുട്ടി ഹാളിൻ്റെ മധ്യത്തിലുള്ള കൊച്ചു ജലാശയത്തിനു ചുറ്റും ഇരിപ്പിടങ്ങൾ ഒരുക്കി. പാനപാത്രങ്ങളിൽ വീഞ്ഞു പകർന്നു. സുന്ദരിമാരാൽ വലയം ചെയ്യപ്പെട്ട ചുമട്ടുകാരന് താൻ സ്വർഗലോക സ്വപ്നം കാണുകയാണെന്ന് തോന്നി. വീഞ്ഞിൻ്റെ ലഹരിയിൽ പെൺകുട്ടികൾ യുവാവിൻ്റെ ശരീരത്തിൽ ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി. ഒപ്പം കുറേശ്ശെയായി മധു നുകർന്ന് അവർ സമയം ചെലവിട്ടു. വൈകുന്നേരമായപ്പോൾ പെൺകുട്ടികൾ യുവാവിനോട് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കോളൂ. അതുമാത്രം പറയരുത്, അയാൾ കേണപേക്ഷിച്ചു. എന്നെ കൊന്നാലും ഈ രാത്രി ഞാൻ ഇവിടെ നിന്ന് പോവില്ല. നിങ്ങളോടൊപ്പമുള്ള രാത്രി പകലിനേക്കാൾ സുന്ദരമാണ്. അപ്പോൾ ഗൃഹനാഥ പറഞ്ഞു, ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾക്കിവിടെ കഴിയാം. ആ വാതിലിന് മുകളിൽ എഴുതിയിരിക്കുന്നത് അക്ഷരം പ്രതി അനുസരിക്കാമെങ്കിൽ മാത്രം. യുവാവ് ചുമരിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. നിന്നെ സംബന്ധിക്കാത്ത കാര്യത്തിൽ തലയിട്ടാൽ നിനക്കിഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരും. ഞാൻ അനുസരിക്കാം. എന്നെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിലും ഞാൻ തലയിടുകയില്ല, യുവാവ് പറഞ്ഞു. അപ്പോഴേക്കും സമയം പ്രഭാതമായി. ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി സമാഗതമായപ്പോൾ, ചേച്ചി, കഥയുടെ ബാക്കി കൂടി കേൾക്കാൻ ധൃതിയായി, ദുനിയാസാദ് പ്രേരിപ്പിച്ചു. രാജാവിൻ്റെ അനുവാദത്തോടെ ഷഹറാസാദ് കഥ തുടർന്നു. തന്നെ സംബന്ധിക്കാത്ത ഒരു കാര്യത്തിലും തലയിടില്ലെന്ന് യുവാവ് പ്രതിജ്ഞ ചെയ്തപ്പോൾ പെൺകുട്ടികൾ ഭക്ഷണം വിളമ്പി. എല്ലാവരും രുചിയോടെ അത്താഴം കഴിച്ചു. മെഴുകുതിരിയുടെ വെട്ടത്തിൽ മധുര പലഹാരങ്ങളും വീഞ്ഞും ഫലങ്ങളും ധാരാളമായി അകത്താക്കി. അപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. ഒരു പെൺകുട്ടി പുറത്തു ചെന്ന് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, അപരിചിതരായ 3 പേർ പുറത്തു നിൽക്കുന്നു. 3 പേരും താടിയില്ലാത്ത ഒറ്റക്കണ്ണന്മാർ. പുറം നാട്ടുകാരാണ്. അവരുടെ വേഷം കണ്ടാൽ ചിരിച്ചു പോകും. അപ്പോൾ സഹോദരിമാർ പറഞ്ഞു, അവരെ അകത്തേക്ക് ക്ഷണിക്കാം. പക്ഷേ തങ്ങളെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ തലയിട്ടാൽ ഇഷ്ടപ്പെടാത്തത് കേൾക്കേണ്ടി വരും എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. പെൺകുട്ടി ഓടിപ്പോയി താടിയില്ലാത്ത കൊമ്പൻ മീശയുള്ള ഒറ്റക്കണ്ണന്മാരെ വിളിച്ചുകൊണ്ടുവന്നു. ഭിക്ഷാടനം ജീവിത വൃത്തിയാക്കിയിട്ടുള്ള കലാന്തർ എന്ന തുർക്കി സന്യാസിമാരായിരുന്നു അവർ. പെൺകുട്ടികളെ വണങ്ങിയിട്ട് നിലത്തിരുന്നപ്പോൾ വീഞ്ഞിൻ്റെ ലഹരിയിൽ മയങ്ങിയ ചുമട്ടുകാരൻ യുവാവിനെ കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മുടെ സ്നേഹിതൻ, ഇയാളും ഒരു കലാന്തർ തന്നെ. അത് കേട്ട് ചാടി എണീറ്റ യുവാവ് പറഞ്ഞു, ശരി ശരി, ആദ്യം ചുമരിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് അർത്ഥം ഗ്രഹിക്കണം. അത് കഴിഞ്ഞു മതി മറ്റു കാര്യങ്ങൾ. പെൺകുട്ടികൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുതിയ അതിഥികൾക്ക് ആഹാരം വിളമ്പി. തീറ്റയും കുടിയും കഴിഞ്ഞപ്പോൾ യുവാവ് അവരോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങളുടെ പക്കൽ രസകരങ്ങളായ കഥകൾ കാണുമല്ലോ, പറയാമോ?
അവർ ഭാണ്ഡങ്ങളിൽ നിന്നും വാദ്യോപകരണങ്ങൾ പുറത്തെടുത്തു. അവയുടെ താളത്തിനൊപ്പിച്ച് പെൺകുട്ടികൾ പാട്ടുപാടി. ഈ സമയം ആരോ വാതിലിൽ മുട്ടി വിളിക്കുന്നത് കേട്ടു. ആ വന്നിരിക്കുന്നത് ആരാണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അത് പറയാൻ ഞാൻ ഉടനെ എത്താം. കാത്തിരുന്നോളൂ.